100-day ചലഞ്ച് ഫോർ FNO റെസിഡൻസി ട്രേഡിംഗ് ഡേ 58. എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഓപ്ഷൻസിലേക്ക് ട്രേഡ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആവാൻ കാരണം എന്നുള്ളതിൽ ഒരു കാരണമാണ് ഹൈലി ലീവറേജ് ട്രേഡ്സ്. ഈ ഹൈലി ലീവറേജ് ട്രേഡ്സ് എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി ഈ സ്റ്റോക്സിന്റെ കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീവറേജസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓപ്ഷൻസിന്റെ കേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 lakhന്റെ ട്രേഡ് 10,000 റുപ്പീസിന് ഓപ്ഷൻ ബൈങ്ങിലൂടെ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് ആക്ച്വലി കമ്പാരിറ്റീവ്ലി സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഹൈലി ലീവറേജ് ട്രേഡ്സ് ആണ് നമ്മുടെ ഈ ഓപ്ഷൻസിന്റെ കേസിൽ നമുക്ക് ഇവിടെ എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഈവൻ നമ്മൾ മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റി നമ്മൾ സ്റ്റോക്സിൽ എടുക്കുന്ന സെയിം ടൈം നമുക്ക് അതേ ഒരു എമൗണ്ട് വെച്ചിട്ട് ഒരുപാട് ക്വാണ്ടിറ്റീസ് ഓപ്ഷൻസിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതും അതേപോലെ തന്നെ ലെസർ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് ഈ ഓപ്ഷൻസിന്റെ കേസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതും ഓപ്ഷൻസിന്റെ കേസിലേക്ക് ഒരുപാട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കാരണമാണ്. ഈ ഹൈലി ലീവറേജ് ട്രേഡ്സിലേക്ക് വരുന്ന സമയത്ത് അത് എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ ദോഷം ചെയ്യാനുള്ള ഒരു കാരണം കൂടിയാണ്. ആക്ച്വലി ഈ ലീവറേജ് ട്രേഡ്സിലേക്ക് വരുന്ന സമയത്ത് ലെസർ ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന പോലെ തന്നെ നമുക്ക് നല്ല ലോസും ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ഈ ലീവറേജ് ട്രേഡ്സിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. സോ എന്താണ് ഓപ്ഷൻസിന്റെ കേസിലേക്ക് കൂടുതൽ പേരെയും അട്രാക്ട് ചെയ്യാനുള്ള വൺ ഓഫ് ദ റീസൺ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് 1 minute. See you tomorrow.